ഹായ്, NCET എക്സാമൊക്കെ കഴിഞ്ഞ് ഇനി എങ്ങനെ അഡ്മിഷൻ പ്രൊസീജിയർ അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പുകഞ്ഞു നിൽക്കുകയായിരിക്കും. ഏതായാലും നമുക്ക് കേരളത്തിൽ 3 സെൻറ്ററുകളിലേക്കാണ് എക്സാം നടന്നിട്ടുള്ളത്. ഒന്ന് NIT കാലിക്കറ്റ്, രണ്ടാമത്തത് കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, മൂന്നാമത്തത് ഗുരുവായൂർ ക്യാമ്പസ്, അതായത് സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗുരുവായൂർ ക്യാമ്പസ്. ഈ 3 സെൻറ്ററുകളിലേക്കാണ് എക്സാം നടന്നിട്ടുള്ളത്. ഏതായാലും NIT കാലിക്കറ്റിൽ BSc ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്തമാറ്റിക്സ് ഇതാണ് മേജറായിട്ട് വരുന്നത്. 15 സീറ്റുകൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും NITയിലുണ്ട്. അതുപോലെ 20 സീറ്റുകൾ മാത്തമാറ്റിക്സിനുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കും. ഇങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയും നിങ്ങളുടെ NCET മാർക്കിന് അനുസരിച്ചൊരു ലിസ്റ്റ് തയ്യാറാക്കും. അതേസമയത്ത് കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ടാവും. കാരണം അവിടെ 150ഓളം സീറ്റുകളുണ്ട്. അവിടെ BSc സുവോളജി അതിൽ 25 സീറ്റുകളാണുള്ളത്. അതുപോലെ BSc ഫിസിക്സിൽ 25 സീറ്റ്. അങ്ങനെ 50 സീറ്റുകളാണ് BScക്ക് അവിടെ ഉള്ളത്. അതായത് BA BEd ഉണ്ട് അവിടെ. BA BEdൽ ഇംഗ്ലീഷ് അതുപോലെ എക്കണോമിക്സ് ഇതിനും 25 അങ്ങനെ ടോട്ടൽ BA BEdന് 50 സീറ്റുകൾ. മൂന്നാമത് BCom BEd ആണ് അവിടെ ഉള്ളത്. അതിന് 50 സീറ്റുകൾ. ഇങ്ങനെ 150 സീറ്റുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതായത് കാസർഗോഡ് പെരിയയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗുരുവായൂർ ക്യാമ്പസിൽ അവിടെ BA BEd മാത്രമേ ഉള്ളൂ, വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സാൻസ്ക്രിറ്റ്. സംസ്കൃതത്തിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള BA BEd ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ 50 സീറ്റുകൾ അലോട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇതിൻ്റെ മാർക്കൊക്കെ വന്നാൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ വരും. അത് വെച്ചിട്ടാണ് NCETയുടെ റിസൾട്ട് വരുന്നത്. തീർച്ചയായും ആ റിസൾട്ടിനനുസരിച്ച് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. തീർച്ചയായും നിങ്ങൾ വെബ്സൈറ്റുകൾ നോക്കുക, യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ നോക്കുക, എന്നിട്ട് അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് കടക്കുക.